നമസ്കാരം. ശിവോഹം ആസ്ട്രോളജിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം. കർക്കിടകം 5 ആരംഭിക്കുമ്പോൾ, അതായത് നാളെ മുതൽ 5 നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ മഹാഭാഗ്യം തെളിയാൻ പോവുകയാണ്. ഇതുവരെ ഇവർ അനുഭവിച്ച ശത്രുദോഷങ്ങളും രോഗദുരിതങ്ങളും മനോവിഷമതകളും ഒക്കെ നിങ്ങളിൽ നിന്നും വിട്ടൊഴിഞ്ഞ് ഭാഗ്യം വന്നു ചേരുന്ന അപൂർവ ദിവസം എന്ന് തന്നെ പറയാം. രാജയോഗ തുല്യമായ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വട്ടപൂജ്യത്തിൽ നിന്നും ഉയരങ്ങളിലേക്ക് ജീവിതം വഴിമാറുന്ന ദിവസങ്ങൾ. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നാളെ മുതൽ സഫലമാവുക തന്നെ ചെയ്യും. ഈ കർക്കിടക മാസം ലഭിക്കുന്ന ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശാശ്വതമായി നിങ്ങളുടെ കൂടെ നിലനിൽക്കുന്ന തരത്തിലുള്ളവയാണ് എന്നൊരു വലിയ പ്രത്യേകത കൂടി ഈ ഒരു യോഗഫലമായി നിങ്ങൾക്ക് വന്നു ചേരുന്നു. ഇനി ജീവിതം രക്ഷപ്പെടുന്ന സമയം. ഇനി നിങ്ങൾ കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണഫലം നിങ്ങളെ തേടിയെത്തിയിരിക്കും. നിങ്ങൾ ആത്മാർത്ഥമായി എന്ത് കാര്യത്തിൽ പരിശ്രമിക്കുന്നുവോ ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് വിജയം ഉറപ്പ് തന്നെ. അവഗണിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ഇനി അഭിമാന നേട്ടങ്ങളാൽ ആദരിക്കപ്പെടും. സന്തോഷത്തിൻ്റെ മാറ്റങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും എല്ലാം കർക്കിടകം 5 മുതൽ നിങ്ങളെ തേടിയെത്തുമെന്നുള്ളതിൽ ഇനി മറിച്ചൊരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ല. നാളെ മുതൽ വ്യാഴം, ശനി എന്നീ ഗ്രഹങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൂലം സൃഷ്ടിക്കപ്പെടുന്ന രാജയോഗമാണ് ഈ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്നതിന് കാരണമാകുന്നത്. നിങ്ങൾ പോലും അത്ഭുതപ്പെടുന്ന രീതിയിൽ ഇനി പല നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തും. അപ്പോൾ ആ 5 നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്നും അവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നതെന്നും നമുക്ക് വിശദമായി നോക്കാം. എല്ലാവരും നിങ്ങളുടെ പേരും നാളും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. മഹാദേവനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. മഹാദേവൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ശത്രുദോഷങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും മനോവിഷമങ്ങളും ഒക്കെ മാറി സർവ്വ ഐശ്വര്യവും വന്നു ചേരും. ആദ്യമായി ചോതി നക്ഷത്രം. ചോതി നക്ഷത്രക്കാർക്ക് മികച്ച തുടക്കങ്ങളുടെ ദിവസമാണ് കാത്തിരിക്കുന്നത്. അതായത് നാളെ മുതൽ കർക്കിടകം 5 മുതൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ദിവസങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് എന്ന് തന്നെ പറയാം. മുടങ്ങിപ്പോയ പല കാര്യങ്ങളും ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കും. എന്ത് കാര്യം ആരംഭിക്കുന്നതിനും ഏറ്റവും മികച്ച സമയം നിങ്ങൾക്ക് അനുകൂലമായി വന്നിരിക്കുന്നു എന്നത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. അതായത് ഏറെ നാളുകളായി ചോതി നക്ഷത്രക്കാർ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ മുടക്കവും തടസ്സങ്ങളും ഒക്കെയായിരുന്നു. അതൊക്കെ മാറി വലിയ രീതിയിലുള്ള അനുകൂലമായിട്ടുള്ള നേട്ടങ്ങളാണ് ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത്. എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ അനുകൂലമായിരിക്കും. സാമ്പത്തികമായും നിങ്ങൾ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള ഇതുവരെയുള്ള നഷ്ടങ്ങളൊക്കെ മാറി നല്ല രീതിയിലുള്ളൊരു സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അനുകൂലമല്ലാത്ത പല മാറ്റങ്ങളും നിങ്ങൾക്ക് ഈ സമയം അനുകൂലമാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായി ബാധിച്ചിരുന്നോ ആ പ്രതികൂല അവസ്ഥയെ നിങ്ങൾക്ക് നേട്ടങ്ങളാക്കാൻ സാധിക്കുന്ന രീതിയിൽ അനുകൂലമാക്കി മാറ്റി പ്രയോജനപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ലോട്ടറി പോലെയുള്ള ഭാഗ്യ പരീക്ഷണങ്ങളിൽ ഏർപ്പെടുന്നത് നല്ലതാണ്. വിജയം കൈവരിക്കാൻ സാധ്യത കൂടുതലാണ്. അത് നിങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുകയും ചെയ്യും. ചോതി നക്ഷത്രക്കാർക്ക് കർക്കിടകം 5 മുതൽ ജീവിതത്തിലെ നല്ല കാലത്തിന് തുടക്കം കുറിക്കുകയാണ് എന്ന് തന്നെ പറയാം. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. തിരുവോണ നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയത്തിനാണ് നാളെ മുതൽ തുടക്കം കുറിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്ന ഏതൊരു കാര്യത്തിലും നാളെ മുതൽ വിജയം ഉറപ്പാണ്. അതായത് കർക്കിടകം 5 മുതൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ദിവസങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഏറെ നാളായി മുടങ്ങിക്കിടക്കുന്ന ജോലികളൊക്കെ വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും. പുതിയ വീട്, വാഹനം എന്നിവ സ്വന്തമാക്കുന്നതിനുള്ള ഭാഗ്യവും കാണുന്നു. ഇപ്പോഴത്തെ നിങ്ങളുടെ ജീവിത നിലവാരമൊക്കെ വലിയ രീതിയിൽ മെച്ചപ്പെടും. അത് സമൂഹത്തിൽ ചർച്ചാ വിഷയമാകുന്ന രീതിയിലുള്ള ഭാഗ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വിദേശ രാജ്യത്തേക്ക് ഒരു തൊഴിലിന് പോകണം, അല്ലെങ്കിൽ ഉപരി പഠനത്തിന് വേണ്ടി വിദേശ രാജ്യത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്ന ദിവസങ്ങളാണ് നാളെ മുതൽ വരാൻ പോകുന്നത്. വിദേശ രാജ്യത്തേക്ക് പോകണമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹം പൂവണിയാൻ പോകുന്നു. ഏറെ നാളായി അവിവാഹിതരായി തുടരുന്നവർക്ക് യോജിച്ച ജീവിത പങ്കാളിയെ തന്നെ ലഭിക്കും. നല്ലൊരു കുടുംബജീവിതം നയിക്കാനും മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയോടൊപ്പം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നതാണ്. എന്തുകൊണ്ടും അനുകൂലമായിട്ടുള്ള സമയമാണ്. കുടുംബത്തിൽ മംഗള കർമ്മങ്ങളൊക്കെ നടക്കും. കുടുംബാംഗങ്ങളുമൊത്ത് ഐക്യതയോടുകൂടി മുന്നോട്ട് സന്തോഷമായി പോകാനും സാധിക്കും. അടുത്തത് അനിഴ നക്ഷത്രമാണ്. അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കർക്കിടകം 5 മുതൽ ജീവിതത്തിലെ സുവർണ നിമിഷം ആരംഭമായി എന്ന് തന്നെ പറയാം. ഏറെ നാളായി അനുഭവിച്ചിരുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഒക്കെ മാറി നല്ല ശാന്തമായിട്ടുള്ള
ആഗ്രഹങ്ങളൊക്കെ സ്വന്തമാക്കാൻ സാധിക്കുന്ന സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കും. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും സാധ്യത കാണുന്നു. സാമ്പത്തികമായി നേരിട്ടിരുന്ന പ്രയാസങ്ങളിൽ നിന്നും മോചനം ഉടൻ തന്നെ ലഭിക്കും. ലോട്ടറി പോലെയുള്ള ഭാഗ്യ പരീക്ഷണങ്ങളിൽ ഏർപ്പെടുന്നത് എന്തുകൊണ്ടും ഉചിതമാണ്. ഈ ഒരു സമയം വലിയ രീതിയിലുള്ളൊരു സാമ്പത്തിക ലാഭം നിങ്ങൾക്ക് വന്നു ചേരാൻ ലോട്ടറി മുഖേന സാധ്യത കാണുന്നു. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പുതിയ സംരംഭം തുടങ്ങുമ്പോൾ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം. അതായത് അവരുടെ സഹായ സഹകരണങ്ങളാൽ നല്ലൊരു പുതിയ സംരംഭം നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കുമെന്നർത്ഥം. കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുടെ ആരോഗ്യം മികച്ചതായി തീരും. സ്വർണം പോലെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നിങ്ങളെ തേടിയെത്തും. ദമ്പതികളുടെ ജീവിതം സന്തുഷ്ടകരമായിരിക്കും. വിവാഹം കഴിഞ്ഞ ദമ്പതികൾക്കിടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി നല്ല രീതിയിലുള്ളൊരു കുടുംബജീവിതം നിങ്ങൾക്ക് നയിക്കാൻ സാധിക്കുന്നതാണ്. ഏത് കാര്യം ചെയ്യുമ്പോഴും ഭാഗ്യദേവതയുടെ പിന്തുണ നിങ്ങൾക്കുണ്ടായിരിക്കും. അതുകൊണ്ട് അനിഴം നക്ഷത്രക്കാർ കർക്കിടകം 5 മുതൽ ഇറങ്ങിത്തിരിക്കുന്ന ഏതൊരു കാര്യത്തിനും ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ട്. അതിൽ നിങ്ങൾ വിജയം കൈവരിക്കുക തന്നെ ചെയ്യും. എന്തുകൊണ്ടും നേട്ടമാണ്, ഭാഗ്യമാണ്. ജീവിതത്തിലെ അനുകൂലമായിട്ടുള്ള സമയം തുടങ്ങുകയാണ്. പ്രയോജനകരമാക്കി എടുത്ത് ജീവിതത്തിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുക. അടുത്തത് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏറെ നാളായി വലിയ രീതിയിലുള്ള മനപ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഒക്കെയാണ് ഇവർ കടന്നുപോയത്. നിങ്ങളെ ബാധിച്ചിരുന്ന ബുദ്ധിമുട്ടുകളും ശത്രുദോഷങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഇനി വിട്ടുമാറാൻ പോകുന്ന ദിവസങ്ങളാണ് കർക്കിടകം 5, അതായത് നാളെ മുതൽ ആരംഭിക്കാൻ പോകുന്നത്. കുടുംബജീവിതത്തിൽ ദമ്പതികൾക്കിടയിൽ നിലനിന്നിരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറാൻ പോകുന്നു. ചെറിയ സംശയത്തിൻ്റെ പേരിലൊക്കെ പുണർദം നക്ഷത്രക്കാരുടെ കുടുംബജീവിതത്തിൽ ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു. അതൊക്കെ മാറി നല്ല രീതിയിൽ സന്തോഷമായിട്ടും സമാധാനമായിട്ടും മക്കളുമൊത്ത് കുടുംബാംഗങ്ങളുമൊത്ത് നല്ലൊരു കുടുംബജീവിതം നിങ്ങൾക്കിനി നയിക്കാൻ സാധിക്കും. സാമ്പത്തികപരമായിട്ടുള്ള പെട്ടെന്നുള്ള ലാഭം നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും. അതായത് ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധികൾ മറികടക്കുന്ന രീതിയിലുള്ള വലിയ സാമ്പത്തിക നേട്ടം നിങ്ങളെ കാത്തിരിക്കുന്നു എന്നർത്ഥം. പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബിസിനസ്സുകാരെ സംബന്ധിച്ച് ഏറെ നാളായി വലിയ രീതിയിലുള്ള നഷ്ടങ്ങളും പ്രതിസന്ധികളും ഒക്കെയായിരുന്നു ബിസിനസ് മേഖലയിൽ അനുഭവിച്ചിരുന്നത്. അതൊക്കെ മാറി ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധികൾ മറികടക്കുന്ന രീതിയിലും ബിസിനസ് ഒന്ന് വിപുലീകരിക്കുന്ന രീതിയിലും വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്ന തരത്തിലുള്ള സാമ്പത്തിക നേട്ടം ബിസിനസ് മേഖലയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കും. എന്തുകൊണ്ടും അനുകൂലമായിട്ടുള്ള സമയമാണ് നിങ്ങളെ തേടിയെത്തിയിരിക്കുന്നത്. കർക്കിടകം 5 മുതൽ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന ഏതൊരു കാര്യത്തിലും ഭാഗ്യദേവതയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകും. അതുകൊണ്ട് ഒരു കാര്യത്തിലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ട കാര്യമില്ല എന്ന് തന്നെ പറയാം. ഇനി ഭാഗ്യമാണ്, നേട്ടമാണ്. നല്ല കാലം ആരംഭിക്കുകയാണ് പുണർദം നക്ഷത്രക്കാർക്ക്. അടുത്തത് ഉത്ര നക്ഷത്രമാണ്. ഉത്ര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏറെ നാളായി വലിയ രീതിയിലുള്ള മനപ്രയാസത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. ശത്രുദോഷം കൊണ്ട് വലഞ്ഞിരുന്നു എന്ന് തന്നെ പറയാം. കുടുംബത്തിൽ സമാധാനമില്ലാത്ത അന്തരീക്ഷം, ഒന്ന് ഉറങ്ങാൻ കിടന്നാൽ പോലും ഉറക്കം ലഭിക്കാത്ത അവസ്ഥ, സാമ്പത്തിക പ്രതിസന്ധി, എന്തിനിറങ്ങിത്തിരിച്ചാലും തടസ്സം, കൈവയ്ക്കുന്ന മേഖലകളിലൊക്കെ എന്തെന്നറിയാൻ സാധിക്കാത്ത രീതിയിലുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളുമായിരുന്നു ശത്രുദോഷത്താൽ. ആ ശത്രുദോഷമൊക്കെ നിങ്ങളെ വിട്ടുമാറാൻ പോകുന്നു. ഇനി ശത്രുവിന്മേൽ വിജയം കൈവരിക്കാൻ പോകുന്ന ദിവസങ്ങളാണ് ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നാളെ മുതൽ, അതായത് കർക്കിടകം 5 മുതൽ. എല്ലാ മേഖലകളിലും വിജയം കൈവരിക്കാൻ സാധിക്കും. ആഗ്രഹിച്ചിറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിനി സ്വന്തമാക്കാൻ സാധിക്കും എന്ന് തന്നെ പറയാം. അത്രയേറെ ഭാഗ്യം അനുകൂലമായിരിക്കുകയാണ്. കർക്കിടകം 5 മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഭാഗ്യദോഷങ്ങളുടെയും നഷ്ടങ്ങളുടെയും കണക്കുകൾ ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം. എല്ലാം കൊണ്ടും ജീവിതത്തിൽ ഭാഗ്യങ്ങൾ അനുകൂലമായി വരുന്ന ദിവസങ്ങളാണ് നാളെ മുതൽ. അത് പ്രയോജനകരമാക്കി എടുത്താൽ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. സാമ്പത്തികമായിട്ടുള്ള അപ്രതീക്ഷിത നേട്ടങ്ങൾ വന്നു ചേരും. ഇന്നത്തെ രാശിഫലം ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു രാശിഫലവുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശിവോഹം.